ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്ന് ഒളിപ്പിച്ചു വെച്ച കപ്പലാണ് മേരി സെലസ്റ്റ്. ഒരു കപ്പലിലെ ജീവനക്കാർ മുഴുവൻ ഒരൊറ്റ രാത്രി കൊണ്ട് യാതൊരു അടയാളവും അവശേഷിപ്പിക്കാതെ എങ്ങോട്ട് അപ്രത്യക്ഷമായി. 1872 നവംബർ 7 അമേരിക്കയിലെ ന്യൂയോർക്ക് തുറമുഖത്തു നിന്നും ഇറ്റലിയിലെ ജനീവ ലക്ഷ്യമാക്കി മേരി സെലസ്റ്റ് എന്ന ചരക്കു കപ്പൽ യാത്ര തിരിക്കുന്നു. അനുഭവ സമ്പന്നരായ ക്യാപ്റ്റൻ ബെഞ്ചമിൻ സ്പൂണർ ബ്രിഗ്സ് ആയിരുന്നു കപ്പലിന്റെ അമരക്കാരൻ. അദ്ദേഹത്തോടൊപ്പം ഭാര്യ സാറ, 2 വയസ്സുകാരിയായ മകൾ സോഫിയ കൂടാതെ വിശ്വസ്തരായ 7 നാവികരും കപ്പലിൽ ഉണ്ടായിരുന്നു. ഇറ്റലിയിലെ മദ്യവ്യവസായത്തിനാവശ്യമായ ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ അടങ്ങിയ വലിയ വീപ്പകളായിരുന്നു കപ്പലിലെ പ്രധാന ചരക്ക്. തികച്ചും സാധാരണമായ ഒരു യാത്രയായിരുന്നു അത്. യാത്ര തിരിച്ച് കൃത്യം 1 മാസത്തിനു ശേഷം, അതായത് ഡിസംബർ 5 അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ കടന്നു പോവുകയായിരുന്ന ഡൈ ഗ്രേഷ്യ എന്ന ബ്രിട്ടീഷ് കപ്പലിലെ നാവികർ ദൂരെ ഒരു കാഴ്ച കണ്ടു. ഒരു കപ്പൽ വളരെ വിചിത്രമായ രീതിയിൽ കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്നു. അപകടത്തിൽപ്പെട്ട കപ്പലാണെന്ന് കരുതി അവർ മേരി സെലസ്റ്റിന് അടുത്തേക്ക് ചെന്നു. കപ്പലിന്റെ ഡെക്കിലേക്ക് ചെന്ന നാവികർ ഞെട്ടിപ്പോകുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ആ വലിയ കപ്പലിൽ ഒരു മനുഷ്യർ പോലും ഉണ്ടായിരുന്നില്ല. സാധാരണയായി കടൽ കൊള്ളക്കാർ ആക്രമിച്ചാൽ കപ്പലിലെ സാധനങ്ങൾ കവർച്ച ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ നാവികരുടെ വസ്ത്രങ്ങൾ, വിലപിടിപ്പുള്ള സാധനങ്ങൾ, പണം എന്നിവയെല്ലാം സുരക്ഷിതമായിരുന്നു. മാസങ്ങളോളം കഴിക്കാനുള്ള ഭക്ഷണവും കുടിവെള്ളവും കപ്പലിൽ ബാക്കിയുണ്ടായിരുന്നു. കപ്പലിന്റെ ക്യാപ്റ്റൻ എഴുതുന്ന ലോഗ് ബുക്കിലെ അവസാന എൻട്രി നവംബർ 25 അതായത് കപ്പൽ കണ്ടെത്തുന്നതിന് 9 ദിവസങ്ങൾക്ക് മുൻപ്. അതിൽ അപകട സൂചനകൾ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നില്ല. എന്നാൽ വിചിത്രമായ ഒരു കാര്യം, കപ്പലിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ലൈഫ് ബോട്ടും ക്യാപ്റ്റന്റെ ചില രേഖകളും അവിടെ നിന്നും അപ്രത്യക്ഷമായിരുന്നു എന്നതാണ്. എന്നാൽ കപ്പലിൽ ഉണ്ടായിരുന്ന ഈ 10 പേരും എങ്ങോട്ടാണ് പോയത്? ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞരും പല തിയറികളും ഇതിന് പിന്നാലെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വിശ്വസനീയമായത് ഇതാണ്: കപ്പലിൽ സൂക്ഷിച്ചിരുന്ന ആൽക്കഹോൾ വീപ്പകളിൽ ചിലതിൽ നിന്ന് വാതക ചോർച്ച ഉണ്ടായിട്ടുണ്ടാകാം. കപ്പൽ ഉടൻ പൊട്ടിത്തെറിക്കുമെന്ന ഭയന്ന് ക്യാപ്റ്റൻ താൽക്കാലികമായി എല്ലാവരെയും കൂട്ടി ലൈഫ് ബോട്ടിലേക്ക് മാറിക്കാണും. കപ്പലുമായി ലൈഫ് ബോട്ടിനെ ബന്ധിപ്പിച്ചിരുന്ന കയർ ശക്തമായ കാറ്റിലോ തിരമാലയിലോ പെട്ട് പൊട്ടിപ്പോയിരിക്കാം. അങ്ങനെ വലിയ കപ്പൽ തനിയെ ഒഴുകി നീങ്ങിയപ്പോൾ ചെറിയ ലൈഫ് ബോട്ടിലുണ്ടായ മനുഷ്യർ കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോയിരിക്കാം. മറ്റൊന്നാവട്ടെ, കപ്പലിലെ വെള്ളം പുറത്തേക്ക് കളയുന്ന പമ്പുകൾ കേടായപ്പോൾ കപ്പൽ മുങ്ങുകയാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ കപ്പൽ ഉപേക്ഷിച്ചതാകാം എന്നും കരുതപ്പെടുന്നു. കടൽ കൊള്ളക്കാരുടെ ആക്രമണം മുതൽ പ്രേത കഥകളെ കുറിച്ചുള്ള മിത്തുകൾ വരെ ഈ കപ്പലിനെ കുറിച്ച് പിന്നീട് പ്രചരിച്ചു. എന്നാൽ ഇന്നും കൃത്യമായ ഒരു ഉത്തരം ആർക്കും ലഭിച്ചിട്ടില്ല. മേരി സെലസ്റ്റിലെ ആ 10 മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു എന്നത് ഇന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു വലിയ നിഗൂഢതയാണ്.